എത്ര കന്നാലുകളെ ഞാൻ ഇറച്ചി വിട്ട് താളത്തിലെ വായിക്കാൻ പറ്റുള്ളൂ ഈ ചെണ്ട നിനക്കൊക്കെ? മനുഷ്യനെ മനസ്സമാധാനായിട്ട് ഇറച്ചി വിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അച്ഛാ. ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളാ. ആ മര്യാദക്ക് ജനാലയൊക്കെ അടച്ചോളണം. ഇനി ഇവിടുന്ന് സാധന അക്ഷരം കേട്ടില്ല. എന്താ കാർലോസ് ഇത്? ഇതൊരു സരസ്വതി ക്ഷേത്ര. ഇവിടെ കത്തിയും ചോരയായിട്ടൊക്കെ കേറി വരാന്ന് വെച്ചാ ഹൈ ഒന്ന് വേഗം ഇറങ്ങി പോവുക. ഞാൻ പോയിക്കോളാം. പക്ഷെ സാമിയുടെ അച്ഛൻ ഉണ്ടക്കാരനില്ലേ, അവൻ ആള് തരികയാണ് കേട്ടോ. അവൻ കാരണം എന്റെ പേരെല്ലാം മുറിഞ്ഞേ. എങ്ങനെ? ആ പിശാചിന്റെ താള ശരിയില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കാർലോസ് തൽക്കാലം ഒന്ന് ഇറങ്ങി പോവുക. ഏറ്റല്ലോ. എനിക്ക് എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാ പറഞ്ഞേ. ആ കന്നാലി എത്ര നേരമായി നിന്നെ തിരക്കണമെന്ന് അറിയോ? തോല് കൊണ്ട് കൊടുക്കാൻ വേണ്ടി നീ ഇവിടെ വന്ന് പാട്ട് കേട്ട് നിൽക്കേ. നടക്കണ ശവി അങ്ങട്. സാമ്പാർ, ഇറച്ചിക്കറി, അപ്പനും മോനും രണ്ടു തരത്തിലുള്ള കറികൾ വെച്ച് വിളമ്പായി എനിക്ക് ബുദ്ധിമുട്ടാ. ഇങ്ങനെയാണെങ്കിൽ വീട്ടു ജോലിക്ക് വേറെ ആളെ നോക്കോ. എന്തൂട്ട് ചെയ്യാനാ എന്റെ ചേർത്തിയാലേ? ഇവൻ നമ്പൂരിശനല്ലേ ഇറച്ചി മീനും കൂട്ടാണ്ടിരിക്കാൻ. ഷാഫി, ഓരോ കുട്ടികൾ നല്ല മൂരിയുടെ നാക്കും കള്ളം തേടി നടക്കാണ്. കശാപ്പുകാരന്റെ മോനായിട്ട് ഈ കന്നാലിക്ക് അതൊന്നും വേണ്ട. എന്തൂട്ടാ ചെയ്യാ? കുട്ടികളായ എല്ലാം തിന്നു പഠിക്കണം. കൂട്ടിയാ കൂടില്ല. ആണും പെണ്ണുമായിട്ട് ആയുള്ള ഒരുത്തനാ. ചെണ്ടക്കോല വീടിനടുത്ത് വായിട്ട് നോക്കി നിൽക്കും. അല്ലാണ്ട് ഈ കന്നാലിനെ കൊണ്ട് എന്തുട്ടാ ഉപകാരം? അപ്പഴേ നാളെ വെളുപ്പിനെ എഴുന്നേറ്റ് എന്റെ കൂടെ ഇറച്ചിക്കടയിലേക്ക് വന്നോളണം. ഇല്ലെങ്കിൽ തണുത്ത വെള്ളം തലയിലേക്ക് ഊറ്റി ഞാൻ പറഞ്ഞില്ലേന്ന് വേണ്ട. നോക്കിയിരിക്കാണ്ട് വാരി വലിച്ച് അങ്ങോട്ട് തിന്നടാ. തിന്നടാ മൂരി. മുറുക്കി പിടിച്ചോളണം കേട്ടോ, കിടന്ന് തുള്ളും. അച്ഛൻ ഇവനൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം കേട്ടോ. എന്റെ കാലം കഴിഞ്ഞാ ഈ തൊഴില് കൊണ്ടു നടക്കേണ്ട ചെക്കനാ. അവനിങ്ങനെ ഒരു കാര്യത്തിലും താല്പര്യമില്ല അച്ഛാ. കർത്താവിന്റെ കൃപ കൊണ്ടാ ഇന്നലെ ആ മാടിന്റെ തൊഴിൽ കൊണ്ട് ഞാൻ ചാവാണ്ടിരുന്നേ. നാവിക്കാ തൊഴിച്ചേ, മൂത്രം പോയിട്ടില്ല. അല്ല, ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. അതാരാണെന്ന് അറിയോ? എന്റെ മോനാ, എന്റെ മോൻ. റാഫേലേ, മോനെ റാഫലേ. എന്താ പച്ചാ? മിടിച്ചു നിൽക്കാണ് പിടിച്ചിറക്കി കൊടുന്ന പിശാചേ. കാശ് കിട്ടില്ലോ? പോകളോ. നീ എന്തുട്ടാ പന്തം കണ്ട പെരിച്ചായതിനെ പോലെ നോക്കി നിക്കണേ? അതങ്ങട്ട് തുറക്കണ ശവി. ഈ പിയാനോ നിനക്കുള്ളതാ. ഇനി ഇതും കൊട്ടിയൂടി ഇരുന്നോളണം. ഇറച്ചിക്കടയിലേക്ക് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പോട്ടി അരിഞ്ഞ പട്ടിക്കാ കൊടുക്കും. എടാ, എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങിയ അതിലൊരു ശ്രദ്ധ വേണം. അല്ലാണ്ട് കന്നാലയുടെ തോലും കരി കടന്നാ പോരാ. നിങ്ങളത് നോക്കേ, മനസ്സിലാവുണ്ടോ നിനക്ക്? ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ? ഇതല്ലേ വീട്? റാഫേൽ, റാഫേൽ, റാഫേൽ. എന്തുകൊണ്ടാ അവനെ വീട്ടിലിരുത്തി 4 ലക്ഷം പറഞ്ഞു കൊടുക്കാൻ സമ്മതിക്കില്ലേ? പുതിയ പിയാനോ പാടിച്ചോണ്ടിരിക്കയാണ്. ഇപ്പൊ ശല്യം ചെയ്യണ്ട. ആഹാ, എന്തായത് എല്ലാരും കൂടി? എടാ, നമ്മുടെ ഓഫീസിൽ കമ്പി വന്നെങ്കിൽ ഇവിടെ അട്ടിയുണ്ട് മറിയുണ്ട്. അവരെ വിളിച്ച് ലോറിയിൽ നിന്ന് ഇറക്കാൻ നോക്ക്. എന്തുകൊണ്ടാ അവനെ വിളിക്കണേ? അയ്യോ ചേട്ടാ, ആ കമ്പിയല്ല, മദ്രാസിന്ന്.
ടെലിഗ്രാം. റാഫേലിന് സിനിമയിൽ പാടാൻ ചാൻസ് വന്നിരിക്കുന്നു. സിനിമേല ആ നേരണ നേരന്ന്. പ്രണവ സ്വരൂപ വക്രതുണ്ടം പ്രണവ സ്വരൂപ വക്രതുണ്ടം പ്രണവ സ്വരൂപ വക്രതുണ്ടം. ജനാല അടച്ചിട്ടുണ്ട്. ജനാല അടച്ചിട്ടുണ്ട്. തുറന്നിട്ടേറാ ശവി. പാട്ടും കേട്ട് നിന്ന് ഇറച്ചി വെട്ടാന്ന് വെച്ചാ അതും സമ്മതിക്കില്ല. പിശാചി. അപ്പൊ റാഫേലോ ഒരാഴ്ച കഴിയാതെ അവന് വരാൻ പറ്റില്ല. എന്നിട്ട് അവനെ അവിടെ തനിച്ചാക്കിട്ട് നീ ഇങ്ങോട്ട് പോരിയായി. കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നു. ആശുപത്രിയിലൊക്കെ ഇപ്പൊ എന്ത് ചെലവാന്നറിയോ? ആസ്പത്രിയിലാ? അതെ, അവന് തൊണ്ടയിൽ ചെറിയൊരു വേദന. സിറ്റിയിലുള്ള ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. പേടിക്കാനൊന്നുമില്ല. എപ്പോഴാ കിടത്തിയേ? ഒരാഴ്ചയായി. എന്റെ മോനെ ഒരാഴ്ച ആശുപത്രി കിടത്ത് നീ ഇപ്പഴാ വന്ന് പറഞ്ഞേ? എന്റെ മോനെ എന്തുട്ടാ പറ്റിയേ? പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ കാർലോസ് ചേട്ടാ? ഇവിടെ ഇതാണ് ഹോസ്പിറ്റൽ. 2ാമത്തെ നില, റൂം നമ്പർ 204. ഞാൻ STD വിളിച്ച് ഒരു ഗാനമേളയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് വരാം. ഓക്കെ? എടോ, തനിക്കെന്താ കണ്ണുണ്ടൂടെ? മനുഷ്യൻ നടക്കുന്ന വഴിക്ക് ചില്ലുകൊണ്ട് വെച്ചിട്ട് പോക്കത്തിനും പറ. നിങ്ങൾ ആരാ? പേഷ്യന്റ് ആണോ? എന്തോട്ട് പേഷ്യന്റ്? എന്റെ പേര് കാർലോസ് ആണ്. കാലം കാർലോസ് എന്ന് പറഞ്ഞാലേ അറിയൂ. കശാപ്പുകാരനാണ്. ആ പൊട്ടിച്ച ഗ്ലാസിന്റെ പൈസ വേഗം അടച്ചേ. പൈസയോ? പേടിപ്പിക്ക? പൈസ എനിക്കൊരു പ്രശ്നമില്ലാട്ടോ. പൊള്ളാച്ചിന്ന് 100 എരുമേനെ കൊണ്ടുവന്ന് മറിച്ച് വിറ്റിട്ട് ഈ ആശുപത്രി ഞാൻ വിലക്കാൻ വാങ്ങും. കൂടുതൽ സംസാരിക്കണ്ട. ഓഹോ, ഈ പറഞ്ഞത് ചെയ്തിട്ട് വല്ല സർക്കാർ ആശുപത്രിയിലും പൊയ്ക്കോ. സർക്കാർ ആശുപത്രിയിൽ എന്താ മോടെ അമ്മായിയമ്മ കിടപ്പുണ്ടാ? എന്റെ ആരുമില്ലട്ടോ. എന്റെ മോൻ റാഫേൽ ഇവിടാണ്. ഏത് റൂമിലാ നിങ്ങളുടെ മകൻ റാഫേൽ കിടക്കുന്നത്? 2ാം നിലയില് 204. നിങ്ങൾക്ക് ആശുപത്രി തെറ്റിക്കാണും. 204 റാഫേൽ അല്ല, ഒരു ജോൺസണാ. ജോൺസണാ? ഹൈ, നിങ്ങളെ കൂടെ അവന്റെ പേരെ മാറ്റിയ റാഫേലാണ്. ഈ സിനിമയിലൊക്കെ പാടില്ലേ? മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി. അതൊക്കെ അവൻ പാടിയണേ. ഞാനവന്റെ അപ്പനെ. സംശയം ആർക്കെങ്കിലും എന്നോട് റൂമിലേക്ക് വന്നോളൂ. ഈ സിനിമയിലൊക്കെ പാടാനുള്ള റാഫേൽ എന്റെ മോനെ. പറ്റേ? എന്താ പച്ച? അപ്പച്ചനെ അടിക്കണ്ട. ആസ്പത്രി വന്ന് കിടക്കാൻ നീയേ. നിനക്ക് എന്ത് കൂട്ടറാക്കാന്നല്ലേ പറ്റിയേ? പേടിക്കാനൊന്നുമില്ല പച്ച, ചെറിയൊരു തൊണ്ടവേദനയേ ഉള്ളൂ. അല്ലെങ്കിൽ നിനക്ക് ഒന്നും വരൂല്ല. വരണ വഴിക്ക് കുരിശു മുത്തപ്പൻ ഒരു പൊന്നും കുരിശ് നിന്റെ പേർക്ക് നേർന്നിട്ട് അപ്പച്ചൻ വന്നേക്കണേ. എന്റെ പ്രാർത്ഥന മുത്തപ്പൻ കേൾക്കാണ്ടിരിക്കില്ല. ഇല്ല പച്ച. കശാപ്പുകാരന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. കൂടത്തിന്റെ അടികൊണ്ട് പിടഞ്ഞു മരിക്കുന്ന മിണ്ടാപ്രാണികളുടെ ശാപം ഞാനായിട്ട് ഇപ്പൊ അനുഭവിച്ചു തീർക്കുക. അപ്പച്ചൻ ഇനിയെങ്കിലും അർത്ഥങ്ങളെ കൊല്ലുന്ന പണി അവസാനിപ്പിക്കണം. വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്ന പണിയാണോ മോനെ? അപ്പനപ്പനായിട്ട് ചെയ്യുന്ന തൊഴിലല്ലേ. ഞാനൊരാളായിട്ട് നിർത്തിന്ന് വെച്ച് ഈ നാട്ടിലെ കന്നാലിലൊക്കെ രക്ഷപ്പെടുവോ? എന്നാലും കൊല്ലുന്ന തൊഴിൽ നമുക്ക് വേണ്ട അപ്പച്ച. സിനിമ പിന്നണി ഗായകൻ റാഫേലോ ഇങ്ങനെ ഒരു VIP നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഇപ്പോഴാണ് അറിയിക്കുന്നത്. ഏതാ റൂം നമ്പർ? ശരി, ഞാൻ കണ്ടോളാം. ഓക്കെ.
എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? ആരനെ? അതെ, മനസ്സിലായില്ല. ആരാധിക ഗായകനാണെന്നുള്ള വിവരം മൊത്തത്തിൽ പാട്ടാക്കിയില്ലേ? അല്ല, പാട്ടായ സ്ഥിതിക്ക് ഇനി കോളേജ് സ്റ്റുഡൻസിന്റെ ബഹളമായിരിക്കും ഇവിടെ. ഇവര് കോളേജ് സ്റ്റുഡന്റാ? അല്ല, LP സ്കൂളില്ല. കീർത്തനങ്ങളൊക്കെ കേട്ട് കാണും, ഫാനായി മാറിയിരിക്കും അല്ലേ മുത്തശ്ശി? എന്താണ് ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുന്നത്? എടുക്കാൻ വന്നതാ. കാര്യം പറഞ്ഞ അതെ, എന്താ ഇത്? കിമ്പളാണ്, വെച്ചോളൂ. ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നുണ്ട്. എനിക്ക് കിമ്പളം വേണ്ട. കിമ്പളം വാങ്ങണ വേറെ ആരെങ്കിലും എന്താ ഇവിടെ? കുമ്പളത്തുകാരൊരു രാവുണ്ണിയുണ്ട്, അവനിന്ന് ലീവാ, വന്നില്ല. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ലേശം മറ്റവനെ വാങ്ങാനായിരുന്നേ. മറ്റവനോ? മദ്യോ? കാർന്നവരെ നിങ്ങൾ എന്തോന്നാണ് വിചാരിച്ചത്? മദ്യപിക്കാൻ ഇത് ബാർ അറ്റാച്ച്ഡ് ഹോസ്പിറ്റലാണെന്ന് കരുതിയോ? നിങ്ങൾ ഈ പറഞ്ഞത് വേറെ ഏതെങ്കിലും അറ്റൻഡർമാരോ ആയിരുന്നെങ്കിൽ നിങ്ങൾ അപ്പനെ മോനെ ഇന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തേനെ. നിങ്ങൾക്ക് മര്യാദ ഇല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ മാന്യത ഉണ്ട്, അറിയാമോ? കാശെട്. സാധനം വാങ്ങിക്കാനുള്ള കാശെടുക്കാൻ ഏത് വേണം, എത്ര വേണം? 1 പൈന്റ് റം. 1 പൈന്റ് മതി. അപ്പൊ ചേട്ടന് വേണ്ടേ? കന്നാലി അപ്പൊ നീ കഴിക്കല്ലേ? എങ്കിൽ പിന്നെ പുള്ളു തന്നെ ആയിക്കോട്ടെ. കെട്ടിപ്പിടിച്ച് കണ്ട് കാശെടുക്ക. എടുക്കാലോ. ഉണ്ട്, തികച്ചുണ്ട്. അത് കൂടുതലോ? 3 സോഡ. രണ്ടെണ്ണേ ഉള്ളൂ. കുഴപ്പമില്ല, പൊട്ടിച്ചതിനകത്തോട്ട് ഒഴിച്ചോ. ഫ്ലാസ്കിൽ സോഡയാ? പിന്നെ ടാങ്കറിൽ കൊണ്ടുപോകണം സോഡ. ഒഴിക്കേ. ബാക്കി പൈസ പോട്ടെ. കുപ്പി താനെടുത്തോ. നീ എന്തുടേ അളക്കണേ? അങ്ങനെ ഒഴിക്കടാ ചാവി. കാർവരെ, എന്തിനും ഒരു അളവുള്ളത് നല്ലതാ. ഇക്കാലത്ത് സ്നേഹം വരെ അളന്നല്ലേ കൊടുക്കുന്നത്. നീ കൊറിക്കാനൊന്നും വാങ്ങിയിട്ടില്ലേ? വെളിയിൽ നിന്ന് എന്തിനാ വാങ്ങുന്നത്? എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ദേ, മൾട്ടിവിറ്റാമിൻ, കാൽഷ്യം സാൻഡോസ്, സൂപ്രാഡൈൻ, ജലൂസിൽ. നീ എന്തുട്ടേ പറയണേ? കപ്പലണ്ടിക്ക് വരാൻ ഗുളിക കഴിക്കേ? ഇതൊക്കെ വിറ്റാമിൻ ആണ്. മദ്യം വിഷമാണെന്നല്ലേ പറയാറ്. മദ്യത്തിന്റെ കൂടെ ഈ വിറ്റാമിൻസും കൂടെ കഴിച്ചാൽ എല്ലാം ബാലൻസ് ആയി, ലിവർ ഓക്കെ. വേണമെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പിൽസ് മിക്സർ ആയിട്ട് കഴിക്കാം. ഭക്ഷണത്തിന് മുൻപോ പിമ്പോ എങ്ങനെ വേണേലും കഴിക്കാം, പക്ഷേ മാറിപ്പോരുത്. ഒരു ദിവസം വിറ്റാമിൻ ആണെന്ന് കരുതി സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ചു, 2 ദിവസം ഉറങ്ങിപ്പോയി. കറുതൽ കഴിക്ക. സ്നേഹം. എനിക്ക് ഇതിനോട് സ്നേഹം ഉണ്ട്, അതുകൊണ്ടല്ലേ ഇത് വാങ്ങാൻ പറഞ്ഞേ. സ്നേഹം വരുന്നു. എനിക്ക് നേരത്തെ വന്നതാ, നിനക്ക് ഇപ്പോഴല്ലേ സ്നേഹം വന്നത് എന്നോട്? അല്ല, നഴ്സ് സ്നേഹലത വരുന്നെന്ന്. കാർന്നൊരു ഈ മറവിൽ ഒളിച്ചോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതിയേ. അതൊക്കെ ഞാൻ മാറ്റിക്കൊള്ളാം. താനെന്താ ഇവിടെ? അതിപ്പോ സ്വല്പം മുമ്പേ അവിടെ നിൽക്കുകയായിരുന്നു. എന്താ സ്നേഹം? സ്നേഹം? സ്നേഹലതയെ സ്നേഹം കൊണ്ട് സ്നേഹം എന്ന് ചെറുതാക്കി. തൽക്കാലം താൻ എന്നെ അങ്ങനെ അങ്ങ് ചെറുതാക്കണ്ട. താൻ എന്നാ റാഫേലിന്റെ ഫാദറിനെ MD വിളിക്കുന്നു പോയി പറ. അയാൾ ഇങ്ങോട്ട് വന്നില്ല. റൂമിൽ പോയി പറയണം. അല്ല, ഞാനെവിടെ ഉണ്ട്? നിങ്ങളെന്താ ഇവിടെ? നേഴ്സമ്മല്ലേ പറഞ്ഞ MD വിളിക്കണമെന്ന്? അതല്ല ചോദിച്ചത്, ഇവിടെ എന്താ കാര്യം? അതെന്നെ പറഞ്ഞ MD വിളിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാനിപ്പോഴും വന്നിട്ട് കേട്ടോ നേഴ്സമ്മേ, ഈ എന്താ സ്നേഹലതയെ ബോധമില്ല സംസാരിക്കുന്നത്? നുള്ളി കീറി ചോദിക്കണോ? കാരണവരെ MD വിളിക്കുന്ന അങ്ങോട്ട് ചെല്ലാ. വിളിക്കാലോ. ഞാനൊരു പേഷ്യന്റ് അപ്പനാണ്, എന്നെ വിളിക്കാലോ MDക്ക്. ഒന്നാടോ വഴി വഴി. അതന്നെ. സസ്പെൻഷൻ ഉറപ്പായി. I'll call you later. ഇരിക്കേ. വേണ്ട, നിന്നോളാം.
ഇരിക്കെ കാർലോസേ, വാ ഇരിക്കെ. ഐ, വേണ്ട എന്തുട്ടാ ഡോക്ടർ ഇത്, അത് ശരിയാവില്ല കേട്ടോ. ഇരിക്കുന്നേ. എന്തത്? റാഫേലിന്റെ ഫാദറിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിപ്പിച്ചെന്നേ ഉള്ളൂ. എവിടെ താമസിക്കുന്നത്? വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ വടക്കാഞ്ചേരി. വേറൊരു വടക്കാഞ്ചേരി ഉണ്ട്, അത് വടക്കഞ്ചേരിയാണ്, ആലത്തൂര്. റാഫേലിനെ കൂടാതെ അവന് ഒരുത്തനെ ഉള്ളൂ, ആണും പെണ്ണുമായിട്ട്. റാഫേലിന്റെ അമ്മ? കുഞ്ഞിന്റെ അമ്മ. ഇവൻ 5 വയസ്സുള്ളപ്പോ അവളാ പോയി. അന്ന് ഞങ്ങളെ കുന്നോളത്തായിരുന്നു. വടക്കാഞ്ചേരിയിൽ എന്റെ അമ്മ വീട്ടുകാരുണ്ടേ. ഞാൻ പണിക്ക് പോകുമ്പോ ഇക്കട അവനെ എവിടെങ്കിലും ഏൽപ്പിക്കണല്ലോ, അതാ അങ്ങടാ പോയേ. അപ്പൊ ശരിക്കുള്ള സ്വദേശം കുന്നങ്ങളാണ്? അതെ, കുന്നോളത്ത് സെന്റ് ജോർജ് ചർച്ച് അറിയില്ലേ, അതാ ഇടവക. റാഫേലിന്റെ മാമൂസ മുക്കിയതും അവന്റെ അമ്മനെ അടക്കിയത് അവിടണേ. നല്ല ശക്തിയുള്ള പുണ്യാളനാണ്, വിളിച്ച വിളിപ്പുറത്താണ്. എന്റെ റാഫേലിന് വേണ്ടി അവിടെ ഞാൻ നേർച്ച നടന്നിട്ടുണ്ട്. റാഫേലിന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകാൻ വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ, സമാധാനമായിട്ട് പോയിക്കൊള്ളൂ. അപ്പൊ കാലസങ്ങടെ